salt and pepper. Bum 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 bum. നമസ്കാരം. ഡബിൾ ഹോസ് സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു അതിജീവനത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവർക്കും ആശങ്കകളുണ്ട്. അതായത് ജോലിയുടെ, എന്താ പറയുക, നമ്മൾ പുറത്തിറങ്ങുന്നതിൻ്റെ, അങ്ങനെ ഒരുപാട് ആശങ്കകളാണ് എല്ലാവരുടെയും ലോകം മുഴുവൻ ഇങ്ങനെ മനസ്സിലുള്ളത്. എന്തായാലും ഞാൻ ഇന്ന് ഈ പറയുന്ന നാടൻ വിഭവമായി നിങ്ങളുടെ മുമ്പിൽ വരുമെന്നുള്ള സ്ഥിരം വാഗ്ദാനം പോലെ ഇന്നും ഒരു നാടൻ വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ നാടൻ വിഭവവുമായി ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തിനെ സന്തോഷ് കള്ളിക്കാടൻ അദ്ദേഹത്തിനെ വിളിച്ച് ഇവിടെ ഒരു ചേട്ടനെ അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാടൻ വിഭവം എന്താണെന്നൊക്കെ നമുക്ക് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചറിയാം. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് എന്താ പറയുക, ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നു. ചേട്ടൻ നമുക്ക് സ്വാഗതം ചെയ്യാം. ചേട്ടാ, സോൾട്ട് പേപ്പറിലേക്ക് സ്വാഗതം. കൈ തരാൻ പാടില്ല എന്നാണ് നമുക്ക് തന്നുപോയി, ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്തായാലും അപ്പോൾ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് സജീവ്കുമാർ. എത്ര വർഷമായി ഈ പറഞ്ഞ പോലെ പാചകം ഈ രംഗത്ത് ഞാൻ ഇറങ്ങിയിട്ട് 30 വർഷം അടുപ്പിച്ചാവും. 30 വർഷമായി. അതൊരു ഈ പറഞ്ഞ വലിയൊരു കാലയളവാണ്. ആ ഒരു കാലയളവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ ജോലി ചെയ്തിരുന്നു, എന്തൊക്കെയായിരുന്നു? ഞാൻ പാചകം തന്നെയാണ് എൻ്റെ മെയിൻ. കേരളത്തിൻ്റെ ഏകദേശമുള്ള എല്ലാ ഭാഗങ്ങളും കാറ്ററിംഗ് ആയിരുന്നു അതോ? രണ്ടും കാറ്ററിംഗ് ആയിട്ടുണ്ട്, അല്ല കൂലിക്ക് പോയി ചെയ്യുന്ന രണ്ട് രീതിയിലും ചെയ്യുന്നു. കല്യാണങ്ങളൊക്കെ ചെയ്ത് കല്യാണം തന്നെ മെയിൻ ആയിട്ടുള്ള ആണല്ലേ. അപ്പം ഞാൻ ചോദിക്കുന്നത്, കല്യാണത്തിന് ഈ പറഞ്ഞ പോലെ മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് അനുഭവങ്ങളുണ്ട്. പറഞ്ഞ പെട്ടെന്ന് പ്രേക്ഷകരോട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരുപാട് അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടെ നിൽക്കുന്ന സ്റ്റാഫുകളിൽ അവർക്ക് തന്നെ ഈ ഒരു 3-4 വർക്ക് വരുമ്പോഴത്തേക്ക് വർക്ക് ക്ഷേമങ്ങൾ ഉണ്ടാകുന്നത്. ചെറുപരിപ്പിന് വരും സാമ്പാർ പരിപ്പെടുത്തി പോയി, കടലപ്പരിപ്പിന് വരും സാമ്പാർ പരിപ്പെടുത്തി പോയി, അത് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ മണം അടിക്കുമ്പോഴത്തേക്കാണ് പരിപ്പ് മാറി അവർ പിന്നെ കംപ്ലീറ്റ് കോരി മാറ്റേണ്ട ഗതിയുണ്ട്. പിന്നെ ഒന്നേന്ന് വീട്ടുകാരെ കടക്കാരന് ചെന്ന് പിടിച്ചുകൊണ്ടത്തി ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം നഷ്ടങ്ങൾ എന്ന് പറയുന്നത് നമുക്കാണ് വരുന്നത്, അവർക്കല്ല വരുന്നത്. നമ്മുടെ ശ്രദ്ധക്കുറവുണ്ടാവുന്നത് നമുക്ക് തന്നെയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതൊക്കെ നമ്മുടെ എന്താ പറയുക, അത് ഈ തൊഴിലിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഭാഗമായിട്ടാണ് കാര്യം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം വർക്ക് വരുമ്പോഴത്തേക്കെല്ലാം ഒരുമിച്ച് വരും. ഈ ഉറക്കമില്ലായ്മ കാര്യം ഈ വീട്ടുകാരെക്കാളും മണ്ഡപക്കാരെക്കാളും ഏറ്റവും ഉത്തരവാദിത്തം ഉള്ളത് കല്യാണം പെണ്ണിൻ്റെ ആൾക്കാർക്കും പതിൻ്റെ ആൾക്കാർക്കും ഏറ്റവും ഉത്തരവാദിത്തം ഉള്ളത് പാചകക്കാർക്ക്. അതെ, ഈ പറഞ്ഞ പോലെ കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ ഒരു 11 മണിക്ക് താലി കെട്ട് കഴിഞ്ഞ ഉടനെ ഇടിച്ച് നേരെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്ത് കഴിക്കാനാണ് കയറുന്നത് അല്ലേ? എന്തോന്നിൻ്റെ വന്നാലും പാചകക്കാർക്കാണ് എൻ്റെ മെയിൻ ഉത്തരവാദിത്തം ഉള്ളത്. അതെ, എനിക്ക് തോന്നുന്നു എല്ലാ കല്യാണത്തിനും പോയിട്ട് സ്ഥിരം പറയുന്ന ഒരു വാചകമാണ്, ഇതൊന്നും സദ്യ മോശമായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, അതിനൊരു പ്രധാന സ്ഥാനം തന്നെ ഉണ്ടാവും. മേശരി എന്ന് പറഞ്ഞ ഒരു സ്ഥാനം തന്നെയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ കൂലിക്ക് ആളും പഠിക്കാൻ ആളില്ല. മനസ്സിലായി. പണിക്കാളുണ്ട്, മെയിനായിട്ട് പഠിക്കാൻ ആരും പുതുതായി ആരും വരുന്നില്ല. ഇന്നത്തെ ലോക സാഹചര്യം അതാണ്. എന്തായാലും ചേട്ടനെ നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വിഭവം എന്താണ് ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? ഓക്കെ, ഇന്ന് പുഴുങ്ങിയ കപ്പയും ബീഫുമാണ് ഇന്നത്തെ. പുഴുങ്ങിയ കപ്പയും ബീഫും, അത് നമ്മുടെ നാടൻ തോരനാണ്. ബീഫ് തോരൻ. നമ്മൾ ചിക്കൻ തോരൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ചിക്കൻ തോരൻ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഈ ഒരു നമ്മൾ നിൽക്കുന്ന ഒരു പ്രദേശം, എനിക്കൊന്ന് ചിക്കൻ തോരൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറേ ഹോട്ടലുകൾ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത് ബീഫ് തോരനാണ് അല്ലേ? ബീഫ് തോരൻ. അത് ഞാൻ കഴിച്ചിട്ടില്ല, ഇതുവരെയും കഴിച്ചിട്ടില്ല. അതൊരു പുതിയൊരു വിഭവമാണ്. നമ്മുടെ കപ്പ പുഴുക്കിൻ്റെ കൂടെ ബീഫ് തോരൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ്: വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, ചെറിയ ഉള്ളി ചതച്ചത്, മസാല, മുളക് പൊടി, കടുവറക്കാനുള്ളത്, തേങ്ങ, പച്ചമുളക്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഈ ചതച്ച് വയ്ക്കുന്നതിൻ്റെ അതിൻ്റെ പ്രത്യേകത എന്തായാലും അത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ പറ്റും. മറ്റേ ഭയങ്കര ഒരു സമയം പിടിക്കുന്നതിനേക്കാൾ ബീഫ് നമ്മളിപ്പോൾ നമ്മൾ അവിച്ച് വെച്ച മഞ്ഞപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ട്, മഞ്ഞപ്പൊടി, ഉപ്പ് നമ്മൾ നോർമലി ഇട്ടത് അതിന് മാത്രമേ. പക്ഷേ അല്ലാതെ ഈ എന്താ പറയുക, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടുന്നത് എനിക്കൊന്ന് വളരെ റെയറായിട്ട് കിട്ടാന്ന് പറഞ്ഞാൽ ആ കഷ്ണത്തിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടും. അതിൻ്റെ ഒരു ചാറിൻ്റെ ഒരു നമ്മൾ അവിച്ചെടുക്കുമ്പോൾ ഈ വെള്ളം മാറ്റുന്നതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഒരു സംഗതി ഇരിക്കുന്ന ഒരു സംഭവം. അതിൻ്റെ ചെറിയ എരി അതിൽ കിട്ടുക. അപ്പോൾ ഇത് പ്രധാനമായിട്ട് നമ്മളിത് ഈ സൈസിലാണോ നമ്മൾ പീസ്, നമുക്ക് ഫ്രൈഡ് സൈസിൽ? ഇത് നമുക്ക് തോരന് വേണ്ടി കട്ട് ചെയ്ത പീസാണ്. തോരന് വേണ്ടി സെപ്പറേറ്റ് ഫ്രൈ പീസ് വലുതാണ്, കുറച്ചുകൂടെ വലുതാണ് അല്ലേ? അപ്പോൾ നമ്മൾ മാക്സിമം ഇത് ചെറിയ പീസ് ആക്കുക എന്നുള്ളതാണ്. എത്രത്തോളം ചെറിയ അത്രയും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊന്നും ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും. അപ്പോൾ നമ്മുടെ പരിപാടി അങ്ങ് തുടങ്ങിയാൽ? ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം.
നമുക്ക് ആദ്യം കടുക് വറുത്ത് പാത്രം ചൂടാക്കിയതിന് ശേഷം നമ്മുടെ പാത്രം വെച്ച് കഴിഞ്ഞു. നമുക്ക് പാത്രം ചൂടായി കുറച്ച് വെളിച്ചെണ്ണ അല്ലേ ഒഴിക്കട്ടെ? മതി അല്ലേ? ലേശം കടുക് നമ്മൾ കടുക് ഇട്ടു. ഇത് ഈ നമ്മുടെ ചിക്കൻ തോരൻ ചിക്കൻ തോരൻ കഴിച്ച് ചിക്കൻ തോരൻ എന്ന് മാത്രമേ നാവിൽ വരുന്നുള്ളൂ. കാരണം ബീഫ് തോരൻ ചേട്ടൻ്റെ സ്പെഷ്യൽ ഐറ്റം ആണോ? സ്പെഷ്യലാണ്. എല്ലാ തോരങ്ങളും ഞാൻ ഈ കല്യാണത്തിനൊക്കെ കല്യാണത്തിന് വരുന്നതെന്ന് പറഞ്ഞാൽ 100 പേർക്കകത്തുള്ളത് മാത്രമേ ഇത് വരുന്നുള്ളൂ. മറ്റേ 1000 പേർക്കൊക്കെ വയ്ക്കുന്നതാണല്ലോ, അതിൽ നിന്ന് കൊടുക്കാൻ പറ്റത്തില്ല. ചേട്ടൻ്റെ സ്പെഷ്യൽ ഐറ്റം എന്താണ് ശരിക്കും? അപ്പവും ചിക്കൻ കറി, ഇടിയപ്പവും ചിക്കൻ കറി, ബീഫ് ചിക്കൻ കറി, അങ്ങനെയുള്ള എല്ലാ കറികളെല്ലാ ഐറ്റങ്ങളിലും, മട്ടൻ കറി എല്ലാ ഐറ്റങ്ങളും പാചകമാകുമ്പോൾ എല്ലാം പഠിച്ചിരിക്കും. മനസ്സിലായി. അപ്പോൾ നമ്മുടെ ആയുധം അല്ലേ? ഓക്കെ. അടുത്ത് വറ്റൽമുളക്, 4 വറ്റൽമുളക് നമ്മൾ കീറാതെ അതിൻ്റെ അകത്ത് ഇട്ട്. കറിവേപ്പില, വെളുത്തുള്ളി അല്ലേ? ഇനി വെളുത്തുള്ളി എത്ര വേണം? മൊത്തം കിട്ടേക്ക്. 25 ഗ്രാം കണക്കാക്കാം. അത് കഴിഞ്ഞിട്ട് 25 ഗ്രാം വെളുത്തുള്ളി ഇട്ടു. ഇത് ചെറിയ ഉള്ളി ചതച്ചത്. അത് എത്ര ഉണ്ടാവും? ഇത് 1/2 കിലോയാണ്. 1/2 കിലോ മൊത്തത്തിൽ 1/2 കിലോയാണ്. ഇതെല്ലാം ഈ ഇലയിലും ഒക്കെ ആയിട്ടുള്ള ഒരു വല്ലാത്തൊരു കണക്കിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കണക്ക് വളരെയധികം ശ്രദ്ധിച്ച് ചേട്ടൻ പറയുന്നത് നിങ്ങൾ കേട്ടോളാം. അതായത് ഇപ്പോൾ 1/2 കിലോ നമ്മൾ ചെറിയ ഉള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ അത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വെളുത്തുള്ളി മൂപ്പിച്ചിട്ടുണ്ട്. അത് 25 ഗ്രാം. 25 ഗ്രാം. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഒരു ഇതിൻ്റെ കൂട്ടത്തിലൊരു ഇൻഗ്രീഡിയൻറ്റ് പറയാൻ മറന്നുപോയതൊരു കാര്യം മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഇപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് വളരെ കുറച്ച് അല്ലേ? അതൊരു മഞ്ഞപ്പൊടി നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ടു. ഇതിപ്പോൾ നമ്മളിപ്പോൾ എത്ര ബീഫിനുള്ള ഇതിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണ്? ഇതിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ 1 കിലോ ബീഫിന് 300 ഗ്രാം ഉള്ളിയാണ്. 300 ഗ്രാം ഉള്ളി എന്നുള്ളത്. ഇതിൻ്റെ വേസ്റ്റ് പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ 1.5 കിലോ ഉണ്ട്. അപ്പോൾ 1/2 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. വേസ്റ്റ് പോയി കഴിഞ്ഞാൽ 400 ഗ്രാം ഉള്ളി നമുക്കിത് കിട്ടും. അതാണ് ഒരു കണക്ക് വരുന്നത്. മനസ്സിലായി. ഇതിൻ്റെ അടുത്ത് നമ്മൾ ഇടാന്ന് പറഞ്ഞാൽ പച്ചമുളക്. അത് മുഴുവനും കിട്ടേക്കാം. ഇത് എത്ര പച്ചമുളക് ഉണ്ടാവും? ഇതൊരു 10 എണ്ണം, മൊത്തത്തിൽ 10 എണ്ണം. അതെ. അത് കഴിഞ്ഞ് ഇഞ്ചി ചതച്ചത്, ലേശം നമുക്ക് ഉപ്പിടാം അല്ലേ? നമുക്കിതിപ്പോൾ എരിവ് കുറച്ച് കൂടുതലൊക്കെ വേണം തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ പച്ചമുളക് കൂടുതൽ ഇടുന്നതിന് കൂടുതലിടാം. കാര്യം ഇത് തോരനായിട്ട് വരുന്ന തോരൻ മഞ്ഞ കളറാണ്. എരി കുറവാണ്. മുളക് പൊടിയിലെ അംശം കുറവാണ്, മഞ്ഞപ്പൊടിയിലെ അംശമാണ് കൂടുതലാണ്. പച്ചമുളകിൻ്റെയും വെളുത്തുള്ളി ഇഞ്ചിയുടെയാണ് എരി വരുന്നത്. അപ്പോൾ നമ്മുടെ 1.5 കിലോ ബീഫ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ബീഫ് തോരന് വേണ്ടി നമ്മൾ തട്ടാൻ പോവാണ് അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഒന്നുകൂടെ പറഞ്ഞേക്കാം ചേട്ടാ. നമ്മൾ മുളക് അല്ലേ, വേറെ എന്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചത്? മഞ്ഞപ്പൊടി, ഉപ്പ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് 3ഉം കൂടി ആ ബീഫിന് കണക്കാക്കിയുള്ള ഇട്ടിട്ടാണ് നമ്മൾ ചവച്ചെടുത്ത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആ കഷ്ണത്തിന് അതിൻ്റെ എരിയും പുളിയും ഉപ്പും എല്ലാം കറക്റ്റായിട്ട്. അപ്പോൾ നമ്മുടെ 1.5 കിലോ ബീഫ് ഇട്ട് നമ്മളിങ്ങനെ അതിൻ്റെ സംഭവങ്ങൾ ബീഫ് തോരനുള്ള സംഗതി എനിക്ക് എങ്ങനെ പോയാൽ ഈ ചിക്കൻ തോരൻ എന്ന് മാത്രമേ ശരിക്കും പറഞ്ഞാൽ നാവിൽ വരുന്നുള്ളൂ. കാരണം ഒന്നാമത് ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാവിൽ കപ്പലോടുന്നതിൻ്റെ പ്രശ്നം, പിന്നെ അല്ലാതെ ഈ മനസ്സിൽ കയറി കൂടിയ ഒരു സംഗതിയാണ്. അപ്പോൾ ചേട്ടാ നമുക്കിതിന് എത്ര സമയം? നമുക്കൊരു 5 മിനിറ്റ്. ഓക്കെ. നമ്മളിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബീഫ് തോരനാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ 5 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇനി മസാല ഇടാം അല്ലേ ചേട്ടാ? മസാല തന്നെ തേങ്ങ മതിയല്ലേ? 2 സ്പൂൺ മസാല. 2 സ്പൂൺ മസാല ഇട്ടു. 2 സ്പൂൺ മുളക് പൊടി. 2 സ്പൂണായിട്ട് ഇട്ടാൽ മതിയോ? തേങ്ങ നമുക്ക് കുറച്ച് മതിയല്ലേ? കുറച്ച് മതി. അപ്പോൾ നമ്മുടെ
മസാലക്കൂട്ടും നമ്മുടെ ഈ മസാലക്കൂട്ട് നമ്മൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത്? അത് 6 ഐറ്റമാണ് ആ മസാലക്കൂട്ടിൽ വരുന്നത്. എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിച്ചില്ല. മസാലക്കൂട്ട് വരുന്നത് പറഞ്ഞാൽ പെരിഞ്ചീരകം, തക്കോലം, പട്ട, ഗ്രാമ്പ്, ഏലം, കശകശ. 6 ഐറ്റമാണ് മസാലക്കൂട്ട് എന്ന് പറയുന്നത്. 6 ഐറ്റമാണ് നമ്മൾ മസാലക്കൂട്ട്. അതാണ് ഈ മസാലക്കൂട്ട്. അത് ഞാൻ ആദ്യമേ ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരുന്നതായിരുന്നു. ഞാൻ അത്രയ്ക്ക് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഗൂഢമായ ഒരു സംഗതി ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് സാധാരണ മസാലക്കൂട്ട് വരുമ്പോൾ കശകശ കയറുന്നതല്ല. നമ്മൾ കവറിൽ വാങ്ങിക്കുമ്പോഴത്തേക്ക് അത് കൂടി ഉണ്ട്. ഈ കസ്കസ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മുടെ എന്താ പറയുക, സർബത്തിലൊക്കെ നമ്മൾ ഇടുന്ന ഭയങ്കര രുചികരമായിട്ടുള്ളൊരു സംഗതിയാണ് ആ സാധനം. അതെങ്ങനെയാണ് അത് പൊടിച്ച് ചേർക്കും അല്ലേ? പൊടിച്ച് ചേർക്കും. അതല്ലാതെ നമ്മൾ നേരിട്ട് അങ്ങനെ ഇടില്ല. അത് കോത്തരച്ച് ചേർക്കുന്ന മട്ടൻ കറിയാണ്. ഇതിന് പൊടിച്ചാണ്. കുറച്ച് കരിവേപ്പില. നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ചേട്ടൻ്റെ സ്പെഷ്യൽ മസാല കൂട്ടുമൊക്കെ ഇട്ട് നമ്മളിതാ ബീഫ് തോരൻ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് കുറച്ച് നമ്മൾ കറിവേപ്പില അതിൻ്റെ കൂട്ടത്തിലിട്ടു. അതാകുമ്പോൾ എണ്ണമയമില്ല. അപ്പോൾ ഇത് അതാണ് എണ്ണ കുറയ്ക്കാൻ പറഞ്ഞത് മാക്സിമം. അതായത് ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ കുറയ്ക്കണം. കാരണം ഇതിനൊക്കെ ഇങ്ങനെയുള്ള ബീഫ് അങ്ങനെയുള്ള സംഭവമൊക്കെ ആവശ്യത്തിന് അധികം കൊഴുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണ മാക്സിമം നമ്മൾ കുറച്ച് ചെയ്യുന്നതാണ് നല്ലത്. എണ്ണ കുറയ്ക്കുന്നതുകൊണ്ട് ഈ ഞാൻ ചോദിക്കുന്ന രുചിക്ക് അപ്പോൾ എന്തായാലും ഇത് കാഴ്ചയിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ചിക്കൻ തോരൻ്റെ അതേ മെത്തേഡാണ്. ടേസ്റ്റ് വേറെയാണ് അല്ലേ? ഒരു മണം നമുക്ക് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം എന്തായാലും ഇപ്പോൾ ഉടനെ ഇത് എനിക്ക് കഴിക്കാനുള്ള ഒരു ഭാഗ്യമില്ല. കാരണം ഇത് കുറച്ച് നേരം അടച്ചു വെച്ചേക്കണം. കാരണം നമ്മുടെ കപ്പയും കൂടെ റെഡി ആയതിനു ശേഷമേ കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്കിനി അടുത്ത കപ്പേരെ കഴിഞ്ഞല്ലോ പരിപാടി. അപ്പോൾ നമ്മുടെ ബീഫ് തോരനുള്ള സെറ്റപ്പ് എല്ലാം കഴിഞ്ഞു. നമ്മളിത് അടച്ചു വയ്ക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഈ കപ്പയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ ഒന്ന് അറേഞ്ച് ചെയ്യാം. അതിൻ്റെ ഒരു ചെറിയൊരു സമയം 2 മിനിറ്റ്. നമ്മുടെ സമയം കഴിഞ്ഞ് മടങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചേട്ടനെല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇനി നമ്മുടെ കപ്പ പുഴുങ്ങുക എന്ന് പറയുന്ന സംഗതി മാത്രമാണ്. എത്ര കിലോ ഉണ്ട്? ഇത് 6 കിലോ കപ്പയാണ്. 6 കിലോ കപ്പയുണ്ട്. അതിപ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ അല്ലേ, എങ്ങനെ വേണമെങ്കിലും. ഇത് എങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ലപോലെ വേവുന്ന കപ്പയാണ്? നല്ല വേവുന്ന കപ്പയാണ്, നാടൻ കപ്പ അല്ലേ? അപ്പോൾ എനിക്ക് അങ്ങനത്തെ കപ്പ ഇപ്പോൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ഈ പറഞ്ഞ പോലെ മരവ് കപ്പകളായിരുന്നു. അത് കാരണം നമുക്ക് അങ്ങനെ എന്താ പറയുക, അങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു കപ്പയുടെ സംഭവം വളരെ റെയറായിട്ടാണ് കിട്ടുന്നത്. പുഴുങ്ങുന്ന സമയത്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ കടിക്കുന്ന സമയത്ത് അങ്ങനെ വളരെ സോഫ്റ്റായിട്ട് അങ്ങ് ഇതായി പോകുന്ന കപ്പ ശരിക്കും പറഞ്ഞപ്പോൾ വെള്ളം ഒഴിക്കുക അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു അല്ലേ? ഓക്കെ. കപ്പ പുഴുങ്ങി റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇതിനെ കടുവറപ്പാണ് ഇതിൻ്റെ അടുത്ത ജോലി. നമ്മൾ കടുക് വറുക്കണം. കടുക് വറുത്ത് നമ്മൾ മിക്സ് ചെയ്യുക. അതെങ്ങനെയാണ് ചേട്ടാ? അപ്പോൾ ആ പരിപാടിയിലേക്ക് തുടങ്ങിയാൽ അടുത്ത പരിപാടി അതിലേക്ക് നമുക്ക് കത്തിക്കട്ടെ. ഓക്കെ. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് വറക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിക്കാം. ഉഴുന്നാണ് നമ്മുടെ അത് എത്ര എനിക്കൊന്നു പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. അതിപ്പോൾ എനിക്കൊന്ന് തിരുവനന്തപുരത്തിൻ്റെ ഒരു ശൈലിയാണ്, എനിക്കതിൽ പരിപൂർണമായിട്ടുള്ളൊരു അറിവില്ല. ഞാൻ ഉള്ള അറിവ് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. ഇത് അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതാണ് ശരി. അപ്പോൾ ഇടട്ടെ. സാധാരണ ഇതിൽ മഞ്ഞപ്പൊടി ഇട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? നമ്മൾ തിരുവനന്തപുരം മേഖല മഞ്ഞപ്പൊടി ഇടില്ല. തേങ്ങ പോലെ മിക്സ് ചെയ്യാം. നമ്മുടെ തേങ്ങ അതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിനെ മാറ്റിയിട്ട് നമുക്ക് അതിനെ ഇങ്ങോട്ട് വയ്ക്കാം. തേങ്ങ വച്ചിട്ട് അതിൻ്റെ കൂടെ നമുക്ക് കടുവറുത്ത് അത് അതിൻ്റെ മുകളിലേക്ക് കടുവറുപ്പ്. ആഹാ, ഇതിൽ എണ്ണ ഒഴിക്കാൻ പാടില്ല, അതേ ഉള്ളൂ. അതാണ് നമ്മളത് കറക്റ്റായിട്ട് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ വല്ലാതായി പോകും അല്ലേ? ഇതാകുമ്പോൾ തുറതുറ കപ്പ പുഴുങ്ങിയത്. അങ്ങനെ നമ്മൾ കാത്തിരുന്നു നമ്മുടെ നാടൻ വിഭവമായ കപ്പ പുഴുങ്ങിയതും
ഇതിനൊന്ന് ഇളക്കി മറിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അതൊന്ന് നമ്മളൊന്ന് കുലുക്കിയെടുത്താലും മതി അല്ലേ? എനിക്കൊന്ന് കുറച്ച് ഈ പറഞ്ഞ ഇതിപ്പോൾ 6 കിലോ കപ്പയ്ക്കുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എത്ര നിങ്ങൾക്ക് എടുക്കുന്നോ കൂടുതൽ നമുക്ക് വേണമെങ്കിലും തേങ്ങ ഇടാം. അതെ, കുറച്ച് കടുക് നിങ്ങൾക്ക് കൂടുതൽ ഇടണമെന്ന് തോന്നുകയാണെങ്കിൽ എങ്ങനെ ഇടാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ രീതി പോലെ. കപ്പ നമ്മുടെ 2 ഐറ്റവും നമ്മുടെ സംഗതി ഞങ്ങൾ റെഡിയായി സെറ്റായി കഴിഞ്ഞു അല്ലേ? അതെ. അപ്പോൾ നമ്മുടെ കപ്പ നമ്മൾ ഇതിലേക്ക് മാറ്റുകയാണ്. അടുത്ത നമ്മൾ ഇതിലേക്ക് വേണ്ടി ബീഫ് തോരൻ. അതുപോലെ ഇത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചൂടാക്കിയിരുന്നു അല്ലേ? ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി. കാരണം ഈ കപ്പ ഉണ്ടാക്കുന്നൊരു സമയത്തിൽ അതിൻ്റെ ഒരു ആ ചൂട് മാറണ്ട, ആ ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചൂടാക്കി. ഓക്കെ, ടേബിളിലോട്ട്. അങ്ങനെ നമ്മുടെ ബീഫ് തോരനും കപ്പ പുഴുങ്ങിയതും, അത് കടുകിട്ടൊക്കെ റെഡിയാക്കിയെടുത്ത കപ്പ പുഴുങ്ങിയതും റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരൊന്ന് കണ്ട് ആസ്വദിക്കാം. അവരാസ്വദിച്ചതിന് ശേഷം ഞാൻ കഴിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആസ്വദിക്കും. അപ്പോൾ എങ്ങനെ കണ്ടിട്ട് നാവിൽ കപ്പലോടിക്കാനുള്ള വെള്ളം ഉണ്ടായല്ലോ അല്ലേ? ഞാൻ കുറേ നേരമായിട്ട് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് കാത്തിരിക്കുകയാണ് ഈ സാധനം. അപ്പോൾ ചോദിച്ചേക്കട്ടെ? ഓക്കെ. ഞാൻ എന്തായിരിക്കും പറയാം? കഴിച്ച അതിൻ്റെ മണത്തിൽ തന്നെ എല്ലാം ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ഉപ്പ് നോക്കിയല്ല ഇത്. മണത്തിലും രുചിയിലും ഗംഭീരം, ഒന്നും പറയാനില്ല. കാരണം ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും തകർത്തിട്ടുണ്ട് ചേട്ടാ. കാരണം ബീഫ് തോരൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ തോരൻ്റെ അതേ ഒരു ഫ്ലേവർ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ആ ബീഫിൻ്റെ ഒരു എന്താ പറയുക, ബീഫ് ഇട്ടതിൻ്റെ ഒരു ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ അതിൻ്റെ തേങ്ങയും അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ചേട്ടാ, നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ എപ്പോഴും ഈ പറഞ്ഞ പോലെ നാടൻ വിഭവങ്ങൾ തേടി ഇപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നാടൻ രുചികൾ പ്രേക്ഷകരിലേക്ക് കൂടുതൽ എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു നാടൻ രുചി ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതിന് ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഇനിയുള്ള എല്ലാ പ്രവർത്തന എന്താ പറയുക, കല്യാണവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. അതിന് എല്ലാവിധ പ്രാർത്ഥനയും നേരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല രുചി ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് സന്തോഷം. അപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് എല്ലാവരും ഇത് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന എളുപ്പം ചെയ്യാവുന്നൊരു പണിയാണ്. അതെ, അത് എണ്ണ കുറച്ച് ഉപയോഗിക്കുക, അത് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ചേട്ടൻ പറഞ്ഞ പോലെ എണ്ണ കുറച്ച് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത ആഴ്ച ഗംഭീര വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. ഡബിൾ ഹോസ് സോൾട്ട് ആൻഡ് പെപ്പറിൽ ഗുഡ് ബൈ.